രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഞാനും പ്രതിയേട്ടനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? അപ്പോൾ ഇന്നത്തേത് ഒരു കല്യാണം സ്പെഷ്യൽ വ്ളോഗാണ്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോരാളായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ ആദ്യമേ റെഡിയായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. ഞാൻ റെഡിയായി, അമ്മയേച്ചിയും റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരാളിതാ ഓരോ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അമ്മയേച്ചിയും സാരി കൊടുത്തത്, ഞാൻ സാരി കൊടുത്തിട്ടില്ല. കാരണം ഞാൻ സാരി ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ബർത്ത്ഡേക്ക് പ്രതിയായിട്ടെന്ന് പറഞ്ഞ സാരി ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ബ്ലൗസൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. പിന്നെ അമ്മേൻ്റെ ബ്ലൗസെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് പോകണം, അതിന് കുറച്ച് പണിയെല്ലാം ഉണ്ട്. അങ്ങനെ എന്തായാലും പിന്നെ അതിന് മെനക്കെട്ടില്ല. പിള്ളേരെല്ലാവരും എന്നോട് പറഞ്ഞു പിന്നെ സാരി ഉടുത്താൽ മതിയായിരുന്നു എന്ന്. പിന്നെ ചുരിദാറാകുമ്പോൾ എനിക്ക് കംഫർട്ടാണ്, പെട്ടെന്ന് ഇട്ടിട്ട് നമുക്ക് പോവാം. സാരി ആകുമ്പം കുറച്ച് പണിയല്ലേ. അങ്ങനെ നമുക്ക് വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ട്രിപ്പ് അടിക്കുവാണ്. ഏച്ചിയും പ്രതിയാടനും കൂടെ വണ്ടിയിൽ ട്രിപ്പ് അടിക്കുവാണ്. അപ്പോൾ ഓരോരാളായിട്ട് കൊണ്ടാക്കാൻ പോയ സമയത്ത് ഞാനും അനുവും പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഏച്ചിയും പ്രതിയാടനും നമ്മളെ കൂട്ടാൻ വന്നു. അപ്പോൾ മുന്നിലതാ അനുവും ഏച്ചിയും പോകുന്നുണ്ട്, പുറകിൽ നമ്മളും. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രിപ്പ് ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ബസ് പോയി, ഇനിയിപ്പോൾ അടുത്ത നമ്മളിതാ ബസ് കയറാൻ വേണ്ടി തിരക്കാക്കിയിട്ട് ഓടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്രതിയാട്ടിന് ഇതാ മുടികോളായിട്ടുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് നടക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു സുന്ദരക്കുട്ടപ്പൻ തന്നെയാണ്, കണ്ണാടിയിൽ നോക്കുകയൊന്നും വേണ്ടാന്ന് കമൻറ്റ് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആടെ എത്തിയാലാണ് അമ്മ പറഞ്ഞത് ബസ് പോയി, പിന്നെ ഇനിയിപ്പം പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ വെള്ളൂർ കൊട്ടണശ്ശേരി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു കല്യാണം. അപ്പോൾ ബസ് അവിടെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോവാനേ. കല്യാണം നമ്മളെ അടുത്ത റിലേറ്റീവിൻ്റെ തന്നെയാണ്. അപ്പോൾ ഏച്ചി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചി പിന്നെ പെണ്ണിൻ്റെ അമ്മക്കും പെണ്ണിൻ്റെ ബ്രദറിൻ്റെ വൈഫിനെല്ലാം സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏച്ചി നല്ല അടിപൊളിയായിട്ട് സാരി ഉടുപ്പിക്കുക. നമ്മളെ പെണ്ണിൻ്റെ ആയാലും പിന്നെ ടെമ്പിൾ ഷൂട്ടിനെല്ലാം ഏച്ചി തന്നെയാണ് കേട്ടോ സാരിയെല്ലാം പിന്നെ സെറ്റ് ചെയ്ത് ഉടുപ്പിച്ചെല്ലാം കൊടുത്തത്. അപ്പോൾ എന്തായാലും പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഏച്ചി റെഡിയായിട്ട് നമ്മൾ വീണ്ടും വന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇതാ പെണ്ണിന് തലയിൽ അരിയിടുന്നുണ്ടായത്, അരിയിരിക്കൽ അങ്ങനെ തലയിൽ എരിയിടുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അങ്ങനെ നമ്മളാടെ ഇങ്ങനെ ബസ്സിന് വേണ്ടി കാത്തിക്കുമ്പോൾ അന്നേരം പറഞ്ഞ മക്കളെ അകത്ത് മുല്ലപ്പൂ ഉണ്ട് എന്ന്. പിന്നെ മുല്ലപ്പൂ ഇല്ലാണ്ട് എന്ത് കല്യാണമല്ലേ, അതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു കുറച്ച് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചോദിക്കാൻ പഠിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അന്നേരം പറഞ്ഞ അകത്തതാ മുല്ലപ്പൂ ഉണ്ട്, വേണമെങ്കിൽ പോയി എടുത്തോന്ന്. പിന്നെ മുല്ലപ്പൂ ഉണ്ടാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഏച്ചി ഇതാ എല്ലാവർക്കും മുല്ലപ്പൂ ഊത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ദേവൂട്ടിക്കാണെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായിരുന്നു, മുല്ലപ്പൂ തലയെ കുത്താനൊന്നും വിട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ മുല്ലപ്പൂ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു സെൽഫി എടുക്കണ്ടേ. അങ്ങനെ ഞാനിതാ വീഡിയോയും സെൽഫി ഫോട്ടോയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചുരിദാർ ഞാൻ മീഷോന്ന് വാങ്ങിയത് എന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട്, നല്ലൊരു ഫ്രോക്ക് മോഡൽ ഫുള്ളായിട്ടുള്ളൊരു നല്ല കോട്ടൻ്റെ അടിപൊളിയാണ് കേട്ടോ. അതിന് 300 ചില്ലറയായിട്ടും. അങ്ങനെ നമ്മളിതാ വണ്ടി കാത്തിക്കുമ്പോഴത്തേക്ക് നമ്മളെ കല്യാണ പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെണ്ണ്, രജിത എന്നാണ് പേര്. അപ്പോൾ മാത്തിലാണ് ഇവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന്, ചെക്കൻ്റെ പേര് രാഹുൽ. അങ്ങനെ പിന്നെ ഇതാ പെണ്ണിൻ്റെ വണ്ടിയെല്ലാം നേരത്തെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അവരങ്ങനെ പോവുകയാണ്, നമ്മൾ വീണ്ടും ഇങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ വണ്ടി എത്തി, നമ്മൾ വണ്ടി കയറി. നമ്മളെ പിള്ളേർ സെറ്റ് ഫുള്ള് ബാക്ക് സീറ്റിലാടാ നിരന്നിരുന്നിട്ടുണ്ട്. പക്ഷേ ഏതോ ഒരു അച്ചാച്ചൻ അവരിടക്ക് കയറി അടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കയറി ഇരുന്നുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി, ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്തുവേ അങ്ങോട്ടേക്ക്, അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നിന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ അച്ഛൻ രാവിലെ ഒരു സഞ്ചാരത്തിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ അതിന് പോയിട്ടുണ്ടായിന്. അച്ഛൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അച്ഛൻ ബിസി മാൻ ആയതുകൊണ്ട് അച്ഛനെ അങ്ങനെ കാണാനൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് എങ്ങോട്ടേക്കാ, വെള്ളം കുടിക്കാൻ. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ നല്ല തണുത്ത വെള്ളം ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ നേരെ പോയി ഇതാ ആക്രാന്തത്തോടെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. നാരങ്ങ വെള്ളമായിരുന്നു, നല്ല ചൂടല്ലേ. അപ്പം 2 ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ നമ്മളെ ബിസിമാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടുമാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിപ്പം ഇവർ രണ്ടാളും, ഇവരെ കൂട്ടത്തിൽ ഒരാളാണ് നമ്മളെ കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ, നമ്മളെ റിലേറ്റീവുമാണ്, പിന്നെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് കേട്ടോ. അവരൊരു ടീമാണ്. അങ്ങനെ പിന്നെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബിസിമാനായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മിന്നൽ പോലെ മാത്രമേ നമ്മളെ വീഡിയോസിലായാലും എവിടെ ആയാലും കാണാൻ പറ്റുള്ളൂ. അച്ഛൻ ഒരിക്കൽ കണ്ട പിന്നെ കാണുമല്ലോ. അച്ഛന് ഭയങ്കര തിരക്കുകളാണ്, കടയിൽ പോകണം, ആടുന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് വരണം, പിന്നെ ഈടെ കല്യാണത്തിൻ്റെ അടുത്ത് വരണം, വീണ്ടും പോകണം. അങ്ങനെ അച്ഛൻ മൊത്തത്തിൽ ബിസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിൻ്റെ സമയമാവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കല്യാണ കാഴ്ചകൾ കാണാം. നമ്മളെ പെണ്ണിതാ
സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ടോ. അങ്ങനെ താലികെട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലിരുന്ന് കുറച്ച് തിരക്കെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുണ്ട്. ഹൃദയാടിനും അപ്പൂരും നന്ദൂരും കുറച്ച് നേരത്തെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കസേരയുടെ ബേക്കിൽ നിൽക്കുന്ന അത്ര കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇലക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇല ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സദ്യ ആയിരുന്നു കേട്ടോ കല്യാണത്തിന്. അങ്ങനെ എല്ലാ കറികളോടും കൂടിയിട്ടുള്ള സദ്യ, ഉപ്പേരി, അച്ചാറ്, കാബേജ് വറവ്, പിന്നെന്താ പച്ചടി, ഓലൻ, അടുത്തത് കൂട്ടുകറി, ചോറ്, സാമ്പാർ, പിന്നെന്താ പപ്പടം, പിന്നെന്തോ ഒന്നും കൂടി ഉണ്ടല്ലോ അവിയൽ വിളമ്പുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കൂട്ടുകറി, ഓലൻ, പച്ചടി, സാമ്പാർ, ചോറ്, കാബേജ് വറവ്, പിന്നെ മാങ്ങ അച്ചാർ, പിന്നെ ഉപ്പേരി, ചിപ്സ്, പപ്പടം, അവിയൽ, ഇത്രയായിരുന്നു കേട്ടോ. പിന്നെ പായസം ഉണ്ടായിന്. അങ്ങനെ ആ സദ്യയെല്ലാം കഴിച്ച് പുറത്തേക്ക് വന്നു. ഫോട്ടോഷൂട്ടെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിനുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ പ്രതിയായിട്ടിൻ്റെ അമ്മയെല്ലാം കുറച്ച് നേരത്തെ എണീറ്റ് ഇതാ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ചോറെല്ലാം ഉണ്ടതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇരുന്നിയാന്ന് കേട്ടോ. നല്ല സദ്യയും പ്രഥമനും എല്ലാം കുടിച്ചിട്ട് എല്ലാവരും ക്ഷീണം തീർക്കാൻ ഇരുന്നിയ. അപ്പം ഞാൻ പ്രതിയാടിനോട് ചോദിക്കുവാണ് ക്ഷീണം തീർക്കാൻ ഇരുന്നിയാന്ന്. അപ്പം ചിരിച്ച ചിരിയാണ് പുച്ഛിച്ച ചിരി. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് എത്തിയിട്ടുണ്ട്. ബസ് കയറിയിരുന്നു. പിന്നെ പെണ്ണിനെ കൊണ്ടാക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ ആ ചൂടിൻ്റെ കൂടെ സദ്യയും പായസവും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ക്ഷീണം കേട്ടോ. പിന്നെ ഞാനങ്ങനെ സദ്യ ഒരുപാടൊന്നും കഴിച്ചിട്ട് എൻ്റെ ചോറ് അതുപോലെ ബാക്കിയുണ്ടായി. ഞാൻ സദ്യ കഴിക്കാൻ പോയാൽ പിന്നെ കറികൾ മാത്രം കഴിക്കും കേട്ടോ. കറികളും പായസവും പിന്നെ 1-2 പ്രാവശ്യം ചോറ് വാരി കഴിക്കും. എനിക്ക് അത്രേ കഴിക്കാൻ പറ്റുമല്ലോ. കറികൾ കഴിച്ചിട്ട് തന്നെ വയറെന്നറിയാം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ സദ്യ കഴിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മളെ വണ്ടി അവിടെ പകുതിക്ക് കല്യാണ വീട്ടിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ അതുപോലെ ട്രിപ്പ് അടിച്ച് എല്ലാവരെയും കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഇത് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പ്രതിയാടിന് തന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, നിൻ്റെ ഫോണ് മിക്കവാറും താഴെ പോകുമെന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ ജനലിൻ്റെ സൈഡിൽ പിടിച്ചിട്ടല്ലേ വീഡിയോ എടുക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ ആകാശം കാണുമ്പോൾ ഭയങ്കര ഭംഗിയില്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നില്ല, എനിക്ക് ആകാശം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനത്തെ ഒരു പ്രാന്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പ്രതിയാടിൻ്റെ ഉപദേശം കേട്ട് ഞാനിതാ എൻ്റെ ഫോണ് ഗ്ലാസിൻ്റെ ഉള്ളിലേക്കൂടെ പിടിച്ചിട്ടുണ്ട്. അഥവാ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നില്ലേ, പിന്നെ ചീത്തയും കേൾക്കേണ്ടി വരും, എൻ്റെ ഫോണും പോവും, പിന്നെ എനിക്ക് ഫോണും കിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ സേഫായി വെച്ചിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്ത വീഡിയോ എന്നിട്ട് ഇത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, മരങ്ങൾക്കിടയിലേക്ക് കൂടി തെങ്ങിൻ്റെ ഇടയിലേക്ക് കൂടി ആകാശം കാണാൻ നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്, കുറച്ച് ദൂരേ ഇല്ലേ. അങ്ങനെ പിന്നെ ആടെ എത്തി വണ്ടിയിൽ നിന്നെല്ലാം ഇറങ്ങി നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നീയും പ്രദീപനും കൂടെ പോയിക്കോ, നമ്മൾ പതുക്കെ ഐസെല്ലാം വാങ്ങി തന്നിട്ട് നടന്ന് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ ഐസെല്ലാം വാങ്ങി നമുക്കും തന്നിട്ടുണ്ടായിനെ. അങ്ങനെ ഞാനും പ്രതിയാട്ടിനും ദേവും കൂടെ വണ്ടിക്ക് വീട്ടിലേക്ക് പോയി. പിന്നെ ഇവരെല്ലാവരും പതുക്കെ നടന്നു വന്നു കേട്ടോ. നടക്കാനുള്ള ദൂരേ ഇല്ലു, വലിയ ദൂരമൊന്നുമില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കല്യാണ സ്പെഷ്യൽ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.